ഏയ് എന്താ ചെയ്യുന്നേ? ഹേയ് എടി ഭയങ്കരി, ഇത്രയും ഫ്രണ്ട് റിക്വസ്റ്റോ? ഒരുത്തനെ പോലെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. അയ്യേ, നീ എന്തൊരു അഹങ്കാരി അടി. ഹേയ് അറിയാവുന്നവരാണെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. മനസ്സിലായോ? ആഹാ, പിന്നെ നീ അക്സെപ്റ്റ് ചെയ്തോടനെ ബോംബെന്ന് വന്ന് ഇനി അങ്ങ് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവല്ലേ? ഒന്ന് പോയേടി. ഏയ് എന്തൊരു ഒലിപ്പിരാടി ഈ ചെറുക്കൻ ഡാനിയല്. ഹായ് അയച്ചേക്കുന്നു. ഇങ്ങോട്ട് നമുക്ക് വേറെ അറിയുന്ന അയച്ചേക്കുന്നു. ഒരു സെക്കൻഡ് എനിക്ക് നോക്കാം. TAR. ഹേയ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അടങ്ങിയിരിക്കെ. സോറി ചേട്ടാ. എന്താ സോറി? ചേട്ടാ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാം ചേട്ടാ. എന്ത് വേണമെങ്കിലും തരുമത്ര. ആ പെൺകുട്ടി വേണം തരുമോ? ഇതൊക്കെ തെറ്റാണ്. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ആലോചിക്കാണ്ട് ഇത്രയും ദൂരം വന്നതിന് ശേഷം തെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. റൗഡി ബേബി എന്ന് പറയുന്നേ എന്താ വെളി പറഞ്ഞൂടെ? പ്രേമിക്കുന്നുണ്ടോ? ഉള്ളത് ഒരു ജീവനാ, ഇതിൽ എന്ത് പ്രേമമൊക്കെ? പ്രണയമല്ലേ ജീവിതം. ഇതിന് മേലെ സംസാരിക്കരുത്, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അയ്യോ, ഈ താജ്മഹൽ പണിഞ്ഞ ഷാജഹാനില്ലേ,
അവൻ എനിക്ക് മുന്നേ ആ താജ്മഹൽ അങ്ങോട്ട് പണിഞ്ഞു. അയ്യോ എനിക്കിപ്പോ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കെട്ടണമല്ലോ. ആദ്യം നിങ്ങളുടെ അരയിലിരിക്കുന്ന മുണ്ടൊന്ന് കെട്ട്. എടേ അത് അതിന്റെ പണി നോക്കുമ്പോ നമുക്ക് നമ്മുടെ പണി നോക്കാലോ. ഇപ്പൊ നീ മിണ്ടാണ്ടിരിക്കാൻ നിന്റെ വാ ഒന്ന് അടയ്ക്കണം. ആ. ആ. പേര് എത്ര എഴുതാൻ പോകുന്നേ? 1 lakh. ഒന്നേ ഉള്ളൂ. അതിന്റെ തെയ്യൂലേ? ഇതാ നോക്കിയേ, നിന്റെ തലയ്ക്ക് 10,000, നിന്റെ കണ്ണിന് 20,000, ചുണ്ടിന് 50,000, കാതിന് 20,000. സത്യം പറഞ്ഞ 1,000 രൂപ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. നിനക്കറിയാവോ? എനിക്ക് പാട്ട് പാടിയാലാണേ മൂടൊന്നും വരുത്തുള്ളൂ. പറഞ്ഞേ, തൊട്ടാൽ പൂ മലരും. അയ്യോ മലരും മലർന്നല്ലോ. തൊട്ടാൽ പൂ മലരും. മലരെ തൊട്ടാ എനിക്ക് ഉറക്കം വരും. ഇങ്ങനൊന്നും കളിക്കല്ലേ. നമ്മളൊരു ചെറിയ പരിപാടിക്ക് വന്ന സമയത്ത് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ എങ്ങനെയാ പിന്നെ? എനിക്ക് തൊട്ടാൽ പൂ മലരും. തൊട്ടാ എനിക്ക് ഉറക്കം വരും. ഇതെന്ത് കഷ്ടമായത്. പോലീസിലാണെങ്കിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ 3 പെൺകുട്ടികളെയും ഈ അവസ്ഥയിലാക്കിയവനെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാരായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? സർ, എൻ്റെ അറിവിൽ ഇവൻ ഈ ഒരു കുട്ടിയെ മാത്രമാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത് സർ. മറ്റു പെൺകുട്ടികളൊക്കെ ഇവൻ്റെ ഫേക്ക് ഫേസ്ബുക്ക് ഐ ഡിയിൽ വീണവരാണ്. ഓക്കെ, ഇതിന് പറ്റിയ ആള് കരുണാകരനാണ്. അയാൾ വന്നാൽ മാത്രമേ ഇതുപോലുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ. സാർ വരൂ സാർ. എങ്ങനെ ഉണ്ടായിരുന്ന പൊള്ളാച്ചിയായിരുന്നു. ഇപ്പൊ പോലീസുകാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഫയൽ സാർ. മലർവിഴി, ഈ പെണ്ണിന്റെ അച്ഛൻ ആരാ? എനിക്കൊന്ന് കാണണമല്ലോ. അവര് പൂക്കാടിലാണ് സാർ ഇരിക്കുന്നത്, കാണാം. എന്ത് അടിപൊളി കാഫി ആയിരുന്നല്ലേ. ഇങ്ങനെ നോക്കാതെ പറയണ. നീ നോക്കിക്കോ, ഒരു ദിവസം ഞാനും വലിയൊരാളാവും. അതെ അതെ, ഉറപ്പായിട്ടും വലിയ ആളാവും. ബട്ട് വലിയ ലെവലിലോട്ടൊന്നും പോകത്തില്ല. ഇവനെങ്ങനെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ, അറവുമാടിനെയൊക്കെ കണ്ടിക്കുന്നവരെ ഞുറിഞ്ഞുറിഞ്ഞുറി കണ്ടിച്ച് അച്ചാറിടും. നോക്കിക്കോ, ഈ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെടുമല്ലേ. എന്ത് കഷ്ടപ്പാടല്ലേ നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ.